എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ്, നോക്കൂ, ഫൈനലി നമ്മളുള്ളത് അങ്ങനെ കോഹ്ലിയുടെ കത്തിയ വർക്ക്ഷോപ്പിലാണ്. തൊട്ടപ്പുറത്ത് കത്താത്ത വർക്ക്ഷോപ്പ്, ഇത് കത്തിയ വർക്ക്ഷോപ്പ്. അത് ടു പ്ലേസ്. ഇത് കത്തിയ സ്ഥലം, അത് കത്താത്ത സ്ഥലം. ഗൈസ് നോക്കൂ, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു റിയൽസി ചെയ്തപ്പോൾ കൊണ്ടുവന്ന കുപ്പി വരെ കത്തിപ്പോയി. ഗൈസ് നോക്കൂ, നമ്മളിപ്പോൾ ഉള്ളത് അവൻ്റെ ഈ ഗാരേജിലാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വീഡിയോ എടുത്ത സ്ഥലങ്ങളാണ് നിങ്ങളുടെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നത്. അതായത് നിങ്ങൾ പെട്ടെന്ന് നോക്കാൻ നേരത്ത് നമ്മൾ മൂന്നാറിലോ അല്ലെങ്കിൽ കൊടൈക്കനാലോ വന്ന ഫീലിംഗ് ആണ്. ഫോഗും പിന്നെ ആ മരവും ഒക്കെ ആയിട്ട്. എന്നാലും അതല്ല, ഇതൊക്കെ ഇന്നലെ മറ്റേ ഫയർഫോഴ്സ് അടിച്ചതാ. ഗൈസ് നോക്കിയേ, അതായത് പുള്ളിക്കാരൻ അത് തന്നെ തരാനുള്ള പരിപാടിയാണ്. പക്ഷെ ഒന്നും നോക്കണ്ട, നമ്മൾ കൊണ്ടുപോയിരുന്നാൽ മതി. ഗൈസ് എന്തായാലും അവർ സംസാരിക്കട്ടെ. അതായത് നമ്മുടെ വണ്ടിയുടെ ആ ഒരു സാധനം, അതായത് ഈ കാണുന്ന കത്തിപ്പോയ വണ്ടി കണ്ടോ, ഈ കത്തിപ്പോയ വണ്ടിയുടെ ഒരു സാധനം, നമ്മുടെ വണ്ടിയുടെ ഒരു സാധനം ഒടിഞ്ഞു പോയി. അപ്പം ഇവിടെ നിന്നാണ് നമുക്ക് സാധനം കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അവരത് കയറ്റാൻ വേണ്ടി ശ്രമിക്കുവാണ്. ഇത് കണ്ടോ, ഇവിടെ ഒരു സാധനം ഊരുന്നുണ്ടോ. നമ്മൾ പറഞ്ഞു നമുക്കത് വേണ്ട, ഇന്നലെ വേറൊരു വണ്ടി വന്നിട്ടുണ്ട്, അതിന്റെ സാധനം മതി എന്ന് പറഞ്ഞു. അല്ലടാ, ഇന്ന് ഇവിടെ തന്നെ നിൽക്കാം, ഇത് തെരുന്നോടം വരെ. അല്ല, ഈ സാധനം അവർ കയറ്റി. ലിവിൻ കഥാകൃത്തായി, എഴുത്തുകാരൻ. ലിവിൻ എഴുത്തുകാരനായി. ഗൈസ് ഫൈനലി നമ്മൾ ഇവിടെ തന്നെയുള്ള ഭയങ്കര പുകയാണ്. ഈ പുകയുടെ അടുത്തും ഫുൾ ടയറൊക്കെ കത്തി നശിച്ച് നാരണക്കല്ല. ഈ ഇതിന്റെ അടുത്ത് നമ്മളിവിടെ നിൽക്കണമെങ്കിൽ നമ്മൾ ഇത് നോക്കാൻ വേണ്ടി വന്ന കേട്ടോ, അല്ല നമ്മളിവിടെ നിൽക്കുവോ? ഇതിപ്പോ നമ്മൾ ക്യാബിനുള്ളതെല്ലാം പോയി. ഇതിപ്പോ എന്നാ സംഭവം എന്നറിയാം, എല്ലാ സാധനം നമ്മുടെ ഈ സാധനം കൊടുത്തു. നീ നോക്കൂ, നമ്മളിവിടുന്ന് പോകുന്നില്ലോ. നമ്മൾ പറഞ്ഞല്ലോ ഇത് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇത് തന്നെയല്ലേ ഇവര് കയറ്റുന്നത്. ഇപ്പൊ നമ്മൾ സോൾവ് ചെയ്തു. നമ്മൾ കോഹ്ലിയെ വിളിച്ച് സംസാരിച്ചു. വളരെ ശക്തമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. അല്ല, ഞാൻ ആ വണ്ടിയുടെ കീഴിലൊന്നും മാറൂല. എനിക്കിങ്ങനെ ഒരു പരിപാടിയുണ്ട്. ഒരെണ്ണം തരാന്ന് പറഞ്ഞിട്ട് തന്നില്ല. എനിക്ക് മാനസികമായിട്ട് ഭയങ്കര, അതായത് ഇതാണ് നമുക്ക് തരാമെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു നമുക്കത് വേണ്ട, തിരിച്ച് അതിൻ്റെ തന്നെ ഫിറ്റ് ചെയ്തോളാൻ പറഞ്ഞു. അവർ ഫിറ്റ് ചെയ്യുന്നു. ഇവർ പറഞ്ഞു നമ്മളോട് ബാബുജി പറയുന്ന പോലെ നമ്മൾ ചെയ്യുള്ളൂ. നമ്മൾ പറഞ്ഞു ആയിക്കോട്ടെ, ബാബുജി പറയുന്ന പോലെ നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. നമ്മൾ അവനെ വിളിച്ചു. അവൻ പറഞ്ഞു നല്ലതിൻ്റെ തരാമെന്ന് പറഞ്ഞു. അതായത് കത്തിയേനെ ഞങ്ങൾക്ക് വേണ്ട.